ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ലഗ്ന പുള്ളി വെച്ച് ഒരാളുടെ കർമ്മയെ എങ്ങനെ അറിയാനായിട്ട് സാധിക്കും, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനലിൽ 350 പരം വീഡിയോസ് ഉണ്ട്. ഇതിൽ 100 പരം വീഡിയോസ് കേരള അസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഹോരാശാസ്ത്രം വരാമായിരുന്നത്, ദശാധ്യായി, ഫലദീപിക, സാരാവലി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പ്രശ്നം വെക്കാനായിട്ട് പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലെയും അടിസ്ഥാന പ്രമാണങ്ങൾ പറഞ്ഞു പോകുന്ന ഒത്തിരി വീഡിയോകളുണ്ട്. അതുപോലെ തന്നെ തമിഴ് അസ്ട്രോളജിയിലെ പല ടിപ്പുകളും മറ്റുള്ളവർ വളരെ അടക്കി പുതിയത് എന്ന് പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയകൾ ഞാനിവിടെ നിങ്ങൾക്ക് ഏറ്റവും എളിയ രീതിയിൽ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ ചാനലിൽ അത്തരത്തിലുള്ള ഒത്തിരി വീഡിയോകൾ കാണാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ കുറച്ച് വീഡിയോകൾ ആദ്യം പോയി കാണാം, എന്നിട്ട് മാത്രം വന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ ചാനല് നിങ്ങളെ ജ്യോതിഷം പഠിപ്പിക്കുക, ഒരു 50% എങ്കിലും നിങ്ങളുടെ ജ്യോതിഷത്തിന്റെ അറിവ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ തുടങ്ങിയതാണ്. അപ്പൊ എന്താണ് കർമ്മ? ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നുകൂടി പറയാം. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ ഒരു ശരീരം എടുത്തിരിക്കുന്നു. അപ്പൊ കർമ്മ 2 തരത്തിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ഒരാളുടെ ലൈഫ് എക്സ്റ്റേണൽ ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫ്, ഇൻഡിവിജ്വൽ ലൈഫ് എന്ന് വേണമെങ്കിൽ എടുക്കാം. സോഷ്യൽ ലൈഫ്, ഇൻഡിവിജ്വൽ ലൈഫ്. ഞാൻ വീഡിയോ പെട്ടെന്ന് നിർത്താനായിട്ട് നോക്കാണ്ട, ലോങ് വീഡിയോ ചെയ്യാത്തത് ഈ വിഷയമൊക്കെ ഞാൻ പറയണ 2-3 മണിക്കൂർ സംസാരിക്കാനുണ്ട്. പറഞ്ഞു പോകുമ്പോ നിങ്ങൾ കാണില്ല, അതുകൊണ്ടാണ്. അപ്പോ ഇന്റേണൽ, എക്സ്റ്റേണൽ കർമ്മ, അതായത് നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്. അതായത് കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. നിങ്ങൾ മനുഷ്യന്റെ ഹിസ്റ്ററി എടുത്താൽ അറിയാം, കൂട്ടം കൂടി ജീവിക്കുന്ന തരത്തിലുള്ള ജീവിയാണ്. അപ്പോ കൂട്ടം കൂടുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് 2 വ്യക്തി, 3 വ്യക്തി, 4 വ്യക്തി, 5 വ്യക്തി, 10 വ്യക്തി, 100 വ്യക്തി ആകുമ്പോൾ ഒരു സമൂഹമായി മാറും. സമൂഹം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പൊ ഒരാൾ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. എന്നാൽ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ അതിൽ തന്നെ മനുഷ്യന്റെ കാര്യം മാത്രം എടുത്താൽ മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ, മൃഗാദികള്, സസ്യലതാദികള്, അതുപോലെ തന്നെ ഭൂമി, ഇങ്ങനെയുള്ള വസ്തുക്കളോട് ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം പ്രധാനമാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മങ്ങൾ ഇന്റേണലി നിങ്ങളുടെ ഏതാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റേണലി എന്ത് ചെയ്യാൻ, എന്ത് ആസ്വദിക്കാൻ, എന്ത് അനുഭവിക്കാൻ ആണ് ജനിച്ചിരിക്കുന്നത്. ആസ്വദിക്കാൻ, അനുഭവിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് ജ്യോതിഷം ആചാര്യന്മാർ പറയുന്നത്. ഹോരാശാസ്ത്രം വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമായിട്ട് കേൾക്കണവരോട് നമ്മൾ പറയാറുണ്ട്, ഹോരേത്യഹോരാത്ര വികൽപ്പമേകോ വാഞ്ചന്തി പൂർവാപരവർണ്ണലോപ കർമാർജിതം പൂർവഭവേ സദാതി യൽതസ്യ പംക്തിം സമഭിവ്യനക്തി. പൂർവാർജിതമായ കർമ്മങ്ങളിലെ സദ്ഫലങ്ങളെയും ദുർഫലങ്ങളെയും അനുഭവിക്കുവാൻ നമ്മൾ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ ദുർഫലങ്ങളുടെ കർമ്മങ്ങൾ നമ്മൾക്ക് തിന്മകളായിട്ടും തീയ ഫലങ്ങളായിട്ടും അനുഭവിക്കേണ്ടി വരുന്നതാകുന്നു. നൽഫലങ്ങളുടെ കർമ്മങ്ങൾ പുണ്യമായിട്ടും നല്ല അനുഭവങ്ങളായിട്ടും ആസ്വാദ്യകരമായ ലൈഫായിട്ടും അനുഭവിക്കേണ്ടി വരുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പാടി പറഞ്ഞെന്നുള്ളൂ. അതുപോലെ നിങ്ങൾ ഇന്റേണല്, നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും എന്തായാലും മിനിമം ഒരു 10 ആളുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരന്മാര്, അമ്മുമ്മ, അപ്പൂപ്പ, വീട്ടിലുള്ള ആളുകള്, തൊട്ടടുത്തുള്ള സുഹൃത്തുക്കൾ, ഒരു സർക്കിള്, സ്മോൾ സർക്കിള്, ഒരു 10 പേര്. നമ്മളതെടുക്കുന്നത് 12 പേരായിട്ട് എടുക്കും, കാരണം രാശി 12 ആണല്ലോ. അപ്പൊ ഒരു സ്മോൾ സർക്കിളാണ് ഈ 12. അപ്പൊ ഒരാളുടെ സർക്കിൾ തന്നെ ഇതിൽ നോക്കി മനസ്സിലാക്കാം. 12, 24, 36, 48 ഇത്തരത്തിൽ പോയിട്ട് 8 സർക്കിള് അല്ലെങ്കിൽ 12 സർക്കിള് എന്ന് പറയുമ്പോൾ അത്രയും പേര്, എത്ര സർക്കിളിൽ കിടന്ന ഒരു ജാതകം എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന പോലെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പരിപാടികളുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് പോണേക്കുമ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരേണ്ട. ഓരോ വീഡിയോയിലും കർമ്മത്തിന്റെ ഓരോ ആസ്പെക്റ്റാണ് പറഞ്ഞു പോണത്. ഇതിനു മുമ്പ് തന്നെ കുറച്ച് വീഡിയോസ് കർമ്മത്തെ പറ്റി ചെയ്തിട്ടുണ്ട്, കർമ്മയെ പറ്റി ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇൻ തമിഴ് അസ്ട്രോളജി. യു മൈറ്റ് ഹാവ് സെൽഡം ഹിയർ ദീസ് ഐഡിയാസ് ഇൻ കേരള അസ്ട്രോളജി, ബട്ട് സം ഓഫ് ദ യൂട്യൂബേഴ്സ്
always using these words karma. That's why I am that much interested to explain karma very well, understandable way, without any hints and without any mystic way, mystic applications of any types of theories. I'm explaining plainly to understand you, not for anything. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയട്ടോ, ഇംഗ്ലീഷും നമ്മളൊക്കെ തട്ടും, നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി. അപ്പോ ഒരു സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന കർമ്മയ്ക്ക് നിങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതകൾ ഉണ്ടാവും. അപ്പൊ എന്തിനു വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത് നിങ്ങൾ നോക്കാനായിട്ട് പ്രത്യേകം പല മെത്തേഡ് ആവശ്യമുണ്ടോ? ഇത് പണ്ടേ വരാഹമിഹിരരും പരാശരരും ജൈമിനി ഭൃഗു ഇങ്ങനെ പറയുന്ന ഓരോരുത്തരും അവരുടെ തിയറി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ തന്നെയുള്ള കൃഷ്ണമൂർത്തി, അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ലഗ്നപുള്ളി എടുത്തിട്ട് ലഗ്നത്തിന്റെ നക്ഷത്രങ്ങൾ ഉപ നക്ഷത്രങ്ങളെയൊക്കെ വെച്ചിട്ട് എങ്ങനെ ഗണിക്കേണ്ടതെന്നൊക്കെ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ കുറെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഓരോ ആശാന്മാരും അവരുടെ രീതിയിലായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഐ ആം ടേക്കിംഗ് the same traditional things, but I view this with my angle of view. ഞാൻ എൻ്റെ രീതിയിൽ നോക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ഐ ഡോണ്ട് ഫൈൻഡ് എനി ടൈപ്പ് ഓഫ് ന്യൂ ബ്രാഞ്ചസ് ഇൻ അസ്ട്രോളജി, ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഗ്രഹങ്ങളെ കണക്ക് കൂട്ടുന്നത് പോലും അയനാംശം ഉപയോഗിച്ചിട്ടാണ്. ഗ്രഹങ്ങൾ 9, നക്ഷത്രങ്ങൾ 9 നമ്മൾ എടുക്കണം. 9ഉം 10ഉം 11 ഉപഗ്രഹങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് നിലനിൽക്കെ പുതിയത് ഏത് കോർണറിൽ നിന്ന് എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പല ബ്രാഞ്ചസും തമിഴ്നാട്ടിൽ ഉണ്ട്. ALP, DN അങ്ങനെ പല മെത്തേഡുകളും ഉണ്ട്. ഞാൻ പല മെത്തേഡുകൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു. കുറ്റം പറയാറൊന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ചില ആസ്ട്രോളജി എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നും. അതെങ്ങനെയാന്നൊക്കെ മുന്നത്തെ വീഡിയോ പറഞ്ഞു. അപ്പൊ ലഗ്നം, സപ്പോസ് ലഗ്നം എന്നതാണ് ഏറ്റവും പ്രധാനം. ലഗ്നത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നാധിപൻ. ഇതൊക്കെ ബേസിക് ഞാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞിട്ടാ. ഈ രാശിക്ക് ഏതൊക്കെയാണ്? ചൊവ്വ. ഈ രാശി ലഗ്നമാണെങ്കിലാ ശുക്രൻ. ഈ രാശി ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാ, പിന്നെ പറഞ്ഞു പോകുന്നുള്ള അറിയാത്തവർ നോട്ട് ചെയ്തോ. ഇത് ബുധൻ, ഇത് ചന്ദ്രൻ, സൂര്യൻ, വ്യാഴം, ശനി. ഇതാണ് ഇതിന്റെ അധിപന്മാര്. അപ്പൊ ഒരു ലഗ്നത്തിൽ ജനിക്കുമ്പോ ആ കർമ്മയെ പൂർത്തീകരിക്കാനായിട്ട് ജനിക്കും എന്ന് പറയും. ഇത് ഞാൻ മുന്നത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കർമ്മയെ പൂർത്തീകരിക്കാനായിട്ട് ജനിക്കും. അതായത് ലഗ്നം ഏതാണോ ആ ലഗ്നത്തിന്റെ കർമ്മയായിരിക്കും പ്രധാനം. അത് ബോഡി ബേസ്ഡ് കർമ്മയാണ്. നിങ്ങൾ ശരീരം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത്, നിങ്ങളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ ഫാമിലിയോട് എന്ത് കർമ്മം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് എടുക്കേണ്ടി വരും. കുടുംബം, അമ്മ, അച്ഛൻ, മക്കള് എന്നുള്ളതിൽ ഉപരി ഭാര്യ, മക്കള് എന്നുള്ളത് 2ാം ഭാവം, വാക്ക്, അങ്ങനെ കുടുംബം എന്നുള്ളത് എടുക്കേണ്ടി വരും. 3ാം ഭാവം നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകളും നിങ്ങളുടെ സഹോദരന്മാരോടും നിങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നാണത്, അല്ലെങ്കിൽ അവര് നിങ്ങളോട് എങ്ങനെ ആയിരിക്കുമെന്ന്. ക്ലിയർ ആയോ? ആ കർമ്മയാണ് കാട്ടുന്നത്. 4ാം ഭാവം, ഇത് റിപ്പീറ്റ് ആയിട്ട് തോന്നാം, പക്ഷെ പുതിയ ഐഡിയ വരാൻ പോകുന്നുണ്ട്. 4ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ അമ്മാവന്മാരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാര് നിങ്ങളോട്, നിങ്ങളുടെ കുടുംബജനങ്ങൾ, അമ്മയുടെ വകപ്പെട്ട റിലേറ്റീവ്സ് എല്ലാവരും, കുടുംബജനങ്ങള്, അമ്മവർഗം, ഇവരൊക്കെ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു. അതുപോലെ നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റിന് പോകുക, ഇതൊക്കെ ആ കർമ്മമായിട്ട് ബന്ധപ്പെടും. അതുകൊണ്ടാണ് ഇത് പൂർവിക സ്വത്ത്, വീട്, വാഹനം, വസ്തുക്കളൊക്കെ 4ാം ഭാവത്തിൽ വരുന്നത്. 5ാം ഭാവത്തിന്റെ കർമ്മം എന്താ? നിങ്ങൾ പുത്രന്മാരോട് എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾക്ക് പുത്രന്മാരുണ്ടാവുമോ, അല്ലെങ്കിൽ പുത്രന്മാരായിട്ടുള്ള ആളുകൾ, പുത്രിയും പുത്രനും ഒക്കെ ഉണ്ട് കേട്ടാ, സന്താനങ്ങളോട് എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ സന്താനങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറും എന്നുള്ള കർമ്മയാണ്. ഇത് സന്താനം മാത്രമല്ല, ഇത് കാതൽ വീടും കൂടിയാണ്. നിങ്ങളുടെ റൊമാൻസ് എങ്ങനെയാണ്, നിങ്ങൾ കാമുകന്മാരോട് എങ്ങനെ പെരുമാറുന്നു, അവര് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ഈ 5ാം ഭാവം കൊണ്ട് ഗണിക്കാം. 6ാം ഭാവത്തിലെ കർമ്മം എന്താ? നിങ്ങൾ ശത്രുക്കളോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളോട് എങ്ങനെ പെരുമാറും. നിങ്ങൾ ലോൺ മേടിക്കാൻ പോകുമ്പോൾ ലോൺ കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പോലും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. കാരണം കടന്നുപോയി വഴക്കെന്നാണ് തമിഴിൽ പറയണ. മലയാളത്തിൽ തസ്കരാജ് വിജ്ഞാതി വ്യാജസ്ഥ തനുഷ്യതി മരണം വ്യാജശസ്ത്രങ്ങൾ ചിന്തിരി ഷഷ്ട എന്ന് പറയുന്ന മാതിരി
അപ്പൊ ആ തരത്തിലുള്ള നിങ്ങളുടെ മെന്റാലിറ്റിയും ആ പെരുമാറ്റവും ഒക്കെ ഇതിൽ നിന്ന് അറിയാൻ പറ്റും. 7ാം ഭാവം കൊണ്ട് എന്താണ് കണക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, നിങ്ങളുടെ സെക്സ്വാലിറ്റി, നിങ്ങളുടെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ശീലങ്ങൾ, നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് എങ്ങനെ ഇടപെടുന്നു, കസ്റ്റമേഴ്സ് ക്ലയൻസിനോട് എങ്ങനെ ഇടപെടുന്നു, അവര് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾ ഇടപെടുന്നത് മാത്രമല്ലല്ല നിങ്ങളുടെ അത് ഉൾത്തുടർന്ന് വെളുത്തുടർന്ന് നോക്കിയാലാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇത് വളരെ ഷാർപ്പായിട്ട് നോക്കാനുള്ള മെത്തേഡ് നമ്മുടെ ട്രഡീഷണൽ പരാശര സിസ്റ്റത്തിൽ ഉണ്ടെന്നേ, വരാഹമീര സിസ്റ്റത്തിൽ ഉണ്ടെന്നേ. അപ്പൊ അതൊന്ന് 7ാം ഭാവം. 8ാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോണ ദുരന്തങ്ങൾ, നിങ്ങൾക്ക് വരാൻ പോണ അപകടങ്ങൾ, നിങ്ങൾക്ക് വരാൻ പോണ പ്രശ്നങ്ങൾ, അത് സമൂഹം മൂലമുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്താ പറയാ, ചില മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ പെടാം സമൂഹത്തിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി ഇടിക്കാം, അപകടങ്ങൾ സംഭവിക്കാം, അപവാദങ്ങൾ കേൾക്കാം. ഇതൊക്കെ 8ാം ഭാവം. 9ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ സമൂഹത്തിന് ആത്മീയമായി എന്ത് മെസ്സേജ് കൊടുക്കും, നിങ്ങൾക്ക് എന്തെല്ലാം ഭാഗ്യങ്ങൾ ഉണ്ടാവും, നിങ്ങളെ ആത്മീയ ആചാര്യന്മാർ നിങ്ങൾക്ക് ഏത് തരത്തിൽ നിങ്ങളോട് ഇടപാട് പെടും, നിങ്ങൾ അച്ഛനോട് എങ്ങനെ പെരുമാറുന്നു, അച്ഛൻ നിങ്ങളോട് എങ്ങനെ പെരുമാറും, പിതൃസ്വത്ത്, കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ ധർമ്മം, ദയ, പ്രവർത്തികൾ കുറെ ഉണ്ടോ. ഞാനിപ്പോ പെട്ടെന്ന് പറയണ. അപ്പൊ ഇത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പൊ അച്ഛനോട് ചെയ്യുന്ന നിങ്ങളുടെ കർമ്മ. 10ാം ഭാവം നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിനോട് ചെയ്യുന്ന കർമ്മ. നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിലെ തൊഴിലാളികളോട് നിങ്ങൾ എങ്ങനെ ഇടപെടും, അവര് നിങ്ങളെ എങ്ങനെ ഇടപെടും, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ബിസിനസ് ചെയ്യും, ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ട് അത് വെച്ചിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുക, പ്രൊഡക്ഷൻ തുടങ്ങുക, സർവീസ് തുടങ്ങുക, ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ് അവര് നിങ്ങളോട് ചെയ്തു തരുന്നത്. ബിസിനസ്സിൽ നിങ്ങൾ ഇടപാട് വരുമ്പോൾ നിങ്ങളോട് സമൂഹത്തിന്റെ സമീപനം, നിങ്ങൾക്ക് എന്തോരം കസ്റ്റമേഴ്സ് ഉണ്ടാവും ബിസിനസ്സിൽ, നിങ്ങളുടെ ക്ലയൻസ് ആരൊക്കെ ആയിരിക്കും, ഇത്. അപ്പൊ ക്ലയൻസ് ഏടാവില്ല എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രസ്ഥാനത്തില്ല, ചെറിയ ബിസിനസ് 7ാം ഭാവം കൊണ്ട് എടുക്കാം, വലിയ ബിസിനസ് 10ാം ഭാവം. 11ാം ഭാവം നിങ്ങളുടെ ലാഭം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. 4ാം ഭാവം ആണെങ്കിലും ഹെവി ഇൻവെസ്റ്റ്മെന്റ്. 11ാം ഭാവമാണ് നിങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ്. നിങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കും, നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ലാഭം കിട്ടും എന്നൊക്കെ ഉള്ളത് 11ാം ഭാവം. നിങ്ങളുടെ ഹൈ പൊസിഷൻസ്, ഹയർ ലെവൽ ഓഫ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ 11ാം ഭാവം. 12ാം ഭാവം നിങ്ങളുടെ വ്യയം, നിങ്ങൾ എങ്ങനെയൊക്കെ ചെലവ് ചെയ്യുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടി പൈസ കൊടുക്കുന്നു, നിങ്ങൾ ആർക്കൊക്കെ ആദര ശുശ്രൂഷ ചെയ്യുന്നു, ആരൊക്കെ ശുശ്രൂഷിക്കുന്നു, നിങ്ങളുടെ ഭോഗം വരെ, ശയനം, ഭോഗം, വ്യയം, ഇതെല്ലാം 12ാം. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ കർമ്മയാണ്. അപ്പൊ കർമ്മ നോക്കണമെങ്കിൽ എന്താവശ്യമാണ് 12ാം ഭാവം. എങ്കിലും നിങ്ങളുടെ ബോഡി ബേസ് ആയിട്ടുള്ള കർമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ എന്ന് പറഞ്ഞാൽ ലഗ്നമാണ്. അപ്പൊ ഇത് ആക്ച്വലി 12 കർമ്മ നിങ്ങൾക്ക് തോന്നുള്ളൂ എങ്കിലും, 12 ഭാവമുള്ളൂ, 12 കർമ്മ തോന്നുള്ളൂ എങ്കിലും, ഓരോ രാശിയുടെയും ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. മേഷം, ചരസ്ഥിര, വയം, ഓജം, യുഗ്മം, ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ ഏതാണ്, ധാതു ജീവൻ മൂലത്തില് ഏതാണ്, ഇതിങ്ങനെയുള്ള ഓരോ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോ ഗ്രഹത്തിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. ഇതൊക്കെ പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. രാത്രി രാശിയാണോ, പകൽ രാശിയാണോ, ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വെക്കണം. ഓരോ ഗ്രഹത്തിന് ഏതൊക്കെ ഗ്രഹം അനുകൂലമായിട്ട് ഒരു രാശിക്ക് വരും, അതിനെ ശത്രുമിത്രാദിഭാവങ്ങള്, നിസർഗ ശത്രു, താൽക്കാലിക ശത്രു, അതുകൊണ്ട് തന്മയി ശത്രു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ശത്രുവാണോ മിത്രമാണോ, ഇതെങ്ങനെ പെരുമാറും, ഉച്ചം, നീചം, അസ്തംഗം, വക്രം, അസ്തമനം, സ്തംഭനം, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാലേ ഒരു ഇതിന്റെ ഫലം പറയാൻ പറ്റുള്ളൂ. പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് അടിച്ചുവിടാം, ചൊവ്വയുടെ കർമ്മമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് പോലീസ്, പട്ടാളം, നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, സോഫ്റ്റ്വെയർ, അതല്ലെങ്കിൽ മെക്കാനിക്, ഓട്ടോമൊബൈൽ ഫീൽഡൊക്കെ ചൊവ്വയുടെയാണ്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാന്ന് ചൊവ്വയുടെ കർമ്മത്തെ കൊണ്ട് പറയാം. ശുക്രന്റെ കർമ്മം അഭിനയം, കലാരംഗം, മറ്റുള്ളവരെ ചില പ്രത്യേക രീതിയിൽ ശുശ്രൂഷിക്കുക, കെമിക്കലായിട്ടുള്ള മേഖലയിൽ കെമിക്കൽ എഞ്ചിനീയറിങ്, ഒത്തിരി കർമ്മങ്ങൾ പറയാം. ഞാൻ ഇത് തന്നെ പറയുകയാണെങ്കിൽ 100-150 പടപടാന്ന് പറയാൻ പറ്റും. അപ്പോ ഇതിൽ ഏറ്റവും വിഷയം എന്താണെന്നറിയോ, ഈ ബുധന്റെ കർമ്മം, ആളുകളെ പഠിപ്പിക്കുക, അധ്യാപനം ചെയ്യിക്കുക. അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ. അധ്യാപനം ചെയ്യിക്കുക, ആളുകൾക്ക് പഠിപ്പിക്കുക, ജ്യോതിഷം, കണക്ക്, ഓഡിറ്റിങ്, കാൽക്കുലേഷൻസ്, ടീച്ചിങ്, എലിമെന്ററി ടീച്ചിങ്, മിഡ് ലെവൽ ടീച്ചിങ്, പത്രം, എഴുത്ത്, മാധ്യമങ്ങള്, ഇൻഫർമേഷൻ ടെക്നോളജി, IT, സോഫ്റ്റ്വെയറിലുള്ള ബാക്ക്-എൻഡ് ആയിട്ടുള്ള പരിപാടികള്, ഇതൊക്കെ ബുധന്റെ കർമ്മമാണ്. ചന്ദ്രൻ, ട്രാവലിങ്, വിദേശം,
വിദേശത്ത് പോക്ക്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കർമ്മങ്ങൾ എല്ലാത്തിന്റെയും പറയും. ഓരോന്നോരോന്നായിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാരകത്വങ്ങൾ പെട്ടെന്ന് എങ്ങനെ എടുക്കാമെന്ന് പഠിപ്പിച്ചു തരാം. പക്ഷേ ഇവിടെ ലഗ്നമാണ് പ്രധാനം. ലഗ്നത്തിന്റെ കർമ്മം ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് മീൻ ബൈ വിച്ച് യു ആസ്പയർ ഇൻ യുവർ ലൈഫ്. ആസ്പിറേഷൻസ് മീൻസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ലഗ്നം പറയും നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും, ഇന്റേണൽ ആയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം ആണ് ലഗ്നം. അപ്പൊ ഇത് ഗ്രഹത്തെ കൊണ്ടെടുക്കുന്നത് പുറം കാരകമാണ്. നക്ഷത്രം കൊണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്, അത് അടുത്ത വീഡിയോ പറയാം. നക്ഷത്രങ്ങളെ കൊണ്ട് എങ്ങനെ എടുക്കുന്നു. ഇത് നിങ്ങളുടെ എക്സ്റ്റേണൽ കർമ്മയെ കുറിച്ച് പറയും. നിങ്ങൾ സമൂഹത്തിനെ നിങ്ങൾ ഏത് രീതിയിൽ, സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, സമൂഹത്തിനോട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ലഗ്നം പറയും. ഏത് ലഗ്നമാണോ അതിൽ നിൽക്കുന്ന ഗ്രഹവും പറയും. എന്നാൽ ലഗ്നാധിപൻ എങ്ങാട് പോകുന്നു എന്നുള്ളത് how you are going to achieve these aspirations. I am publicly tell you, very clearly tell you, ലഗ്നം പറയും what you aspire in your life, and ലഗ്നാധിപൻ എവിടെ പോകുന്നു എന്നുള്ളത് how you are going to achieve your aspirations. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Then there is a contradictory idea that if you have your own wishes and if you are going to achieve that, you are not going to achieve that in your life. That means that you are not getting that, and also you are suffering because of the lack of your aspirations. നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ആ ആഗ്രഹങ്ങളുടെ പുറത്തോട്ട് നിരാശയടഞ്ഞ് അതിലൂടെയുള്ള പ്രശ്നങ്ങൾ വന്ന് ജീവിതം നശിച്ചു പോകുന്നവരും ഉണ്ടാവാം. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഈ ഗ്രഹങ്ങളുടെയൊക്കെ അമയിപ്പ് വെച്ച് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എടുത്തു നോക്കും. ഈ ഗ്രഹങ്ങൾ 6-7 ഗ്രഹങ്ങൾ അല്ല 10-12 ഗ്രഹങ്ങളുടെയും ഈ രാശിയും വെച്ചിട്ട് ഇത്ര വെരി വെരി കോംപ്ലിക്കേറ്റഡ് ഷാർപ്പ് സ്ക്രൂട്ടനൈസിങ് അനാലിസിസ് ഈസ് റിക്വയർഡ്. അത്ര ഡീപ്പായിട്ട്. കാരണം ഒരു ഗ്രഹത്തിന്റെ ഡിഗ്രി വെച്ചിട്ട് നോക്കണം. ഇതിൽ തന്നെ തൊഴിലുകൾ ഞാൻ പറയുമ്പോൾ പറയാറുണ്ട്, ചില സമയത്ത് നമ്മൾ തൊഴിലുകൾ തന്നെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവര് ഒരു 90-99% ഒക്കെ പറയുമ്പോൾ ശരിയാവില്ല. വേണ്ട, 90% ശരിയാവും. 10% എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ബുധന്റെ കാരകത്വം നമ്മൾ പറയുമ്പോഴും അവര് ചിലപ്പോൾ പഠിച്ചേക്കണതായിരിക്കില്ല. പിന്നീട് ചിലപ്പോൾ അവർ അത് പോയി ചെയ്തേക്കും. പക്ഷെ ബുധന്റെ കാരകത്വത്തിലുള്ള തൊഴിൽ തന്നെടവേ ഒരു 100-120 ബേസിക് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ 100-120 തൊഴിലിൽ ഏതാണ് ചെയ്യണമെന്ന് നോക്കണമെങ്കിൽ ദശാംശം പോയി നോക്കിയാലും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു വഴി തെറ്റിയായിരിക്കും സഞ്ചരിക്കുന്നത്, കൃത്യമായ രീതിയിലായിരിക്കില്ല. എന്നാൽ കൃത്യമായ രീതിയിൽ ജാതകം അനുസരിച്ച് പോകുന്നവരുടെ ശരിയായിരിക്കുകയും ചെയ്യും. അപ്പോ നമ്മള് കാരകത്വം മാറിപ്പോയി കഴിഞ്ഞാൽ അവൻ സക്സസ് ആവാൻ സാധ്യതയില്ല. എന്നാൽ കാരകത്വത്തെ മാറ്റി സക്സസ് ആവുകയും ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു സംഭവം. അതായത് നമ്മൾ പരിഹാരം ചെയ്യാതെ, നമ്മുടെ അസ്ട്രോളജിയിലെ മെയിൻ ഒരു കോൺസെപ്റ്റ് പരിഹാരം ഭാവാൽ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ്. ഞാൻ കുറെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ട്, എന്നാലും നിങ്ങളിത് കേട്ടിരിക്കണം നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പൊ നിങ്ങളുടെ കർമ്മം മനസ്സിലാകാൻ ലഗ്നം നോക്കുക, ലഗ്നാധിപതി നോക്കുക. ലഗ്നം എവിടെ നിൽക്കുന്നു, ഏത് ഗ്രഹമാണ് ലഗ്നം. ഇപ്പൊ ഇടവ ലഗ്നമാണെങ്കിൽ ശുക്രനാണ്, ശുക്രന്റെ കർമ്മം നിങ്ങൾക്ക് ഉണ്ടാവും. മിഥുന ലഗ്നമാണെങ്കിൽ ബുധന്റെ കർമ്മ, കർക്കിടക ലഗ്നമാണ് ചന്ദ്രന്റെ കർമ്മ, ചിങ്ങ ലഗ്നമാണെങ്കിൽ സൂര്യന്റെ കർമ്മം. സൂര്യന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും അധികാരിയാവാൻ പറ്റും, നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് എത്തിപ്പെടും, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയേക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ പവർ നോക്കണം. സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളതും സൂര്യന്റെ പവറും ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതും ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു, ഇടം കണ്ണാലുള്ള നോട്ടം, വലം കണ്ണാലുള്ള നോട്ടം, കാൽ ദൃഷ്ടി, അരദൃഷ്ടി, മുക്കാൽ ദൃഷ്ടി വരെ എടുക്കേണ്ടി വരും. അപ്പൊ ദൃഷ്ടിയിൽ ഏത് ദൃഷ്ടിക്ക് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നോക്കേണ്ടി വരും. അതുപോലെ ഗ്രഹനാഡി നോക്കേണ്ടി വരും, ഏതൊക്കെ ഗ്രഹമാണ് കോയിൻസൈഡ് ചെയ്ത് വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രഹത്തെ നോക്കുമ്പോൾ വെറുതെ ഗ്രഹത്തെ നോക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫലം കിട്ടുള്ളൂ. നിൽക്കുന്ന ഗ്രഹം ഒരു ഫലം നൽകുമ്പോൾ നോക്കുന്ന ഗ്രഹം അടുത്ത ഫലം നൽകും, സ്ട്രേറ്റ് നോക്കുന്നവന് ഒരു ഫലം നൽകും, ചരിഞ്ഞ് നോക്കുന്നവന് ഒരു ഫലം നൽകും. അങ്ങനെ ഫലങ്ങൾ വളരെ ഷാർപ്പായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 50%. ഇപ്പൊ ഞാൻ പറയുന്ന പല വീഡിയോ തന്നെ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കുഴപ്പങ്ങളെ നിങ്ങൾക്ക് ഈ പഠനം കൊണ്ട് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോ പറഞ്ഞു വന്നത് ഇപ്പൊ സൂര്യന്റെ കർമ്മ, ബുധന്റെ കർമ്മ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. ഇവിടം വരെ വന്നതിന് ശേഷം വീണ്ടും ബുധന്റെ കർമ്മ. അപ്പൊ രാശി മാറിയിട്ടുണ്ട്. ഇത് മേടം ഇടം മിഥുനം എന്ന് പറഞ്ഞാൽ
ഈ മിഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമരാശിയാണ് മിഥുനം. അതുകൊണ്ട് തന്നെയാണ് കാമഗ്രഹം. ധർമാർത്ഥ കാമഗ്രഹത്തിൽ ഉള്ള ബുധനാണ്, കാമിയായിട്ടുള്ള ബുധനും. ഇവിടെ ധർമാർത്ഥ കാമമോക്ഷ ധർമാർത്ഥ അർത്ഥിയായിട്ടുള്ള ബുധനുമാണ്. അപ്പൊ ഇത് രണ്ടും മാറി. അതേപോലെ തന്നെ ഇത് രണ്ടും ഉഭയരാശിയാണ് ബുധന്റെ രാശികള്. ഇത് കാറ്റ് രാശി അങ്ങനെ പറഞ്ഞിട്ട് പഞ്ചഭൂതങ്ങൾ ഉണ്ട്. നെരുപ്പ്, നിലം, കാറ്റ്, നീർന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇത് കാറ്റ് രാശിയാണ് ഈ മിഥുന രാശി. അപ്പൊ ഇത് കാറ്റ് രാശിയാണ്, ഇത് നിലരാശിയാണ്. അപ്പൊ ഇത് നിലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുധന്റെ കർമ്മയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ജോബൊക്കെ കണക്കാക്കണ രീതിയിൽ കാറ്റുരാശിയിൽ ബുധൻ നിൽക്കുന്ന സമയത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സർവീസ് മേഖല വരുന്ന സമയത്ത് ബുധൻ നിലരാശിയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എടുക്കേണ്ടത് വ്യത്യാസമുണ്ട്. കാര്യം അത് വേണമെങ്കിൽ പാഴ്ഭൂമികൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പരിപാടികൾ, റിയൽ എസ്റ്റേറ്റ്, മൈനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള ഓഡിറ്റിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള സൂപ്പർവൈസിങ് ഒക്കെ വരാം. അപ്പൊ ഇതിങ്ങനെ പഞ്ചഭൂത തത്വങ്ങള്, ത്രിഗുണ തത്വങ്ങള്, ചതുർഗുണ തത്വങ്ങളും ത്രിഗുണ തത്വങ്ങൾ എന്നാണ് പറയണത്. 4ആയി വിഭജിച്ച്, 3ആയി വിഭജിച്ച്, 2ആയി വിഭജിച്ച രാശികളുടെ അംശത്തിൽ വരുന്ന തത്വങ്ങള് കാലപുരുഷ തത്വങ്ങൾ തമിഴിൽ പറയും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഗ്രഹം ഇരിക്കുന്നത് നോക്കാൻ. അത് ആസ്പെക്ട് എവിടെ നിന്ന് നോക്കുന്നു, ഏത് കണ്ണുകൊണ്ട് നോക്കുന്നു എന്നുള്ളതൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ കർമ്മ അറിയാൻ തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് എനി അതർ ടെക്നോളജി ടു ഐഡന്റിഫൈ യുവർ കർമ്മ. നിങ്ങളുടെ കർമ്മം മനസ്സിലാക്കാൻ പുതിയ ടെക്നോളജി ഒന്നും ആവശ്യമില്ല. പണ്ടേ പരാശരൻ പറഞ്ഞിട്ടുണ്ട് ഈ ടെക്നോളജികൾ. വരാഹമിഹിരനും പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്നോളജി അനുസരിച്ചിട്ടാണല്ലോ വരാഹമിഹിരൻ അന്ന് പ്രവചിച്ചത്. എന്തെന്നാൽ രാജാവിന്റെ മകൻ വരാഹം കുത്തിച്ചാവുമെന്ന്. അതിനുശേഷം ഒരു രാജാവ് വരാഹം കുത്തിച്ചാവാതിരിക്കുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒരു ദിവസം, ആ പറഞ്ഞ ദിവസം, കോട്ടയ്ക്ക് ചുറ്റും മതിൽ പോലെ ഭടന്മാരെ നിർത്തിയെങ്കിലും വരാഹം കുത്തിച്ചത്തില്ലേ. അപ്പൊ അന്നേ പറഞ്ഞ് ശരിയായില്ലേ? ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇതൊക്കെ അന്നേ പ്രവചിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ജ്യോത്സ്യന്മാർ ഇപ്പോൾ കേരളത്തിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തട്ട അനുഭവം സ്വസ്ഥമായിട്ട് ഉള്ള ട്രഡീഷണൽ ആശാന്മാർ. ഇപ്പൊ എന്റെയൊക്കെ അന്നത്തെയൊക്കെ ഞാൻ പറഞ്ഞില്ല, 95, 96 കാലത്തിൽ ഒരാശാന്റെ അടുക്ക പോയി ഗുരുമുറിയിൽ ജ്യോതിഷം പഠിച്ചിട്ടുള്ള ഒരാളാണ്. 95, 96. അപ്പൊ നിങ്ങൾക്ക് എന്റെ വയസ്സൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ 2003 തുടങ്ങി പ്രൊഫഷണൽ ആയിട്ട് അസ്ട്രോളജി നോക്കാൻ തുടങ്ങിയതാ. കിട്ടത്തട്ട 1 ലക്ഷത്തോളം ജാതകം നോക്കിയിട്ടുണ്ടാവും ഞാൻ പറയുമെങ്കിലും വേണ്ട, അത്ര എടുക്കണ്ട. ഒരു 19,000 ജാതകമെങ്കിലും നോക്കിയിട്ടുണ്ടാവും. നമ്മൾ പറയുന്നത് ഈ ജാതകങ്ങൾ നോക്കുക മാത്രമല്ല, ഞാൻ ആ സമയത്ത് തന്നെ 2003 എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് എന്റെ MA എക്കണോമിക്സിലെ MA കഴിഞ്ഞിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. എങ്ങനെ ഓരോരുത്തരുടെ ജാതകം ഇങ്ങനെ പഠിച്ചു വെക്കുമായിരുന്നു. ആ പഠനത്തിലും ഫലം ശരിയാണ്. അന്നേ പഠിച്ചിട്ടുള്ള ട്രഡീഷണൽ അസ്ട്രോളജിയും ശരിയാണ്. പിന്നെ എന്തിന് തമിഴ് അസ്ട്രോളജിയുടെ പുറകെ പോയി എന്ന് ചിന്തിച്ചാൽ റിസർച്ച് മൈൻഡ്, എന്തെങ്കിലും പുതിയത് കിട്ടും. എല്ലാം നമ്മൾ പഠിക്കുക, ഓരോരുത്തരുടെ ഐഡിയയും കേൾക്കുക. പുതുതായിട്ട് ഒരാൾ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്ത് സംഭവമാണ് അത്, എന്താണെന്ന് വെച്ചിട്ട് കുറെ ആളുകൾ പെട്ടെന്ന് ഓടി അതിലേക്ക് പോകും. അങ്ങനെ ഇഷ്ടംമാതിരി പുതിയ ഐഡിയാസ് തേടി നമ്മളും പല ആളുകളുടെ അടുത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ലഗ്നാധിപം വെച്ചിട്ട് നിങ്ങളുടെ ബോഡി റിലേറ്റഡ്, നിങ്ങളുടെ സോൾ റിലേറ്റഡ്, ആത്മാവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കർമ്മം അറിയുവാൻ പറ്റുക തന്നെ ചെയ്യും. ഇനി അടുത്ത വീഡിയോയിൽ ലഗ്ന പുള്ളി വെച്ചിട്ടുള്ളത് പറയാം. വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് നിർത്തുകയാണ്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.